ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 46-ാമത്തെ ശ്ലോകത്തിലേക്ക്, മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗുരു വലിയൊരു സത്യത്തെ ഈ മാനവരാശിക്ക് വേണ്ടി പറയുകയാണ്. ആത്മാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ആണ് എങ്കിലും അത് രണ്ട് രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആത്മാവിനെ കുറിച്ച് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെക്കുറിച്ച്, അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ഉണർന്നിരിക്കുന്ന നമ്മൾ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ജാഗ്രത അവസ്ഥ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് ഇവിടെയാണ്, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് നമ്മൾ ഗുരു പറയുന്ന ഈ ഒരു ശ്ലോകത്തെ നമ്മളൊന്ന് മനനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആഴവും പരപ്പും ഇന്ന് നമ്മൾ ഉൾപ്പെടുന്ന ഈ മാനവരാശി എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഗുരു എന്താ പറയുന്നത്? പൊരുതു ജയിപ്പതസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന് ബുദ്ധി വേണം. ഗുരു പറയുകയാണ്, പൊരുതു പൊലിഞ്ഞിടും. ഇല്ല, ഇവിടെ പൊരുതി ജയിപ്പതസാധ്യം. ഇവിടെ തമ്മിലടിച്ച് ജയിക്കുക എന്നുള്ളത്, യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ യുദ്ധം വെളിയിൽ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ അകത്താണ്. ഓരോ വ്യക്തിയുടെയും അകത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഒക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പലരും വിമർശിക്കുമ്പോഴും ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് മഹാഭാരതം യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നടന്നോ ഇല്ലയോ എന്ന് മഹർഷിക്ക് വിഷയമേ അല്ല. മറിച്ച് രണ്ട് ശക്തികൾ, അതായത് ദൈവീ സമ്പത്തുള്ളവർ, ആസുരീ സമ്പത്തുള്ളവർ, അതായത് ദേവന്മാരും അസുരന്മാരും. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് രണ്ട് കൂട്ടരവിടെ ഉണ്ടോ എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൽ, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ആസുരീ സമ്പത്തുണ്ട്, പൈശാചികമായിട്ടുള്ള, അതേപോലെ ദൈവീ സമ്പത്തുണ്ട്, സാത്വികമായിട്ടുള്ള. ഇത് രണ്ടും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇത്രമാത്രം ശക്തമായ യുദ്ധം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം, ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതും അത് പിന്നെ യുദ്ധമായിട്ട് പരിണമിക്കുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു. ഗുരു പറഞ്ഞെന്താണ്? ബുദ്ധേഹേ വൈകല്യജനകം മദ്യം. ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം. അപ്പോൾ അത് വരുമ്പോഴോ ഈ രാക്ഷസ ശക്തികൾ, ആസുരീ ശക്തികൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ശക്തികൾ ഡൗൺ ആവുകയാണ്. അതുകൊണ്ട് ഇവിടെ പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. അപ്പം മതങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാഹ്യമായിട്ടുള്ള ദൈവങ്ങളെ കുറിച്ചുള്ള മതത്തെക്കുറിച്ചല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറിച്ച് അഭിപ്രായോ മതം നാമം. അഭിപ്രായം എന്നുള്ള അതിൻ്റെ അർത്ഥം എടുത്താൽ മതി. അപ്പോൾ അച്ഛൻ മക്കൾ, അമ്മ മക്കൾ. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായത്തിന് ഒരു യോജിപ്പ് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ഈ സാത്വികമായിട്ടുള്ള രാജസികമായിട്ടുള്ള ഇത് തമ്മിൽ നമുക്ക് യോജിപ്പ് വരുന്നില്ല. ഇത് തമ്മിൽ ഒരിക്കലും പൊരുതി ജയിക്കാൻ പറ്റില്ല. ഇത് രണ്ടും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെയോ ഇതിനെ നമുക്ക് എങ്ങനെ
അതിജീവിക്കാം. ഇതിനെ രണ്ടിനെയും മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ അസുരബുദ്ധി അല്ലെങ്കിൽ അസുരഗുണം എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ, അതിനെ ഓവർകം ചെയ്യാം. അപ്പോൾ സാത്വികമായിട്ടുള്ള ഗുണവും താമസികമായിട്ടുള്ള അല്ലെങ്കിൽ രാജസികമായിട്ടുള്ള ഗുണവും ഇത് തമ്മിലുള്ള ഈ യുദ്ധങ്ങൾ നമുക്ക് അതിനെ രണ്ടിനെയും മനസ്സിലാക്കിക്കൊണ്ട് അതിവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായിട്ട് വ്യക്തികൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ളത് ഒക്കെ ആയാലും താൻ പറയുന്നത് മാത്രം ശരി എന്ന് പറയുന്ന ആ ഒരു ഷാഠ്യം മാറ്റിക്കൊണ്ട് മറ്റവനെയും കേൾക്കുവാനുള്ള ഒരു മനസ്സ് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ ഇവിടെ സംഘർഷങ്ങളുണ്ടാകില്ല. അല്ലാതെ ഇതിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുക എന്ന് ആരും പറയുന്നില്ല, ഇതിവിടെ ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കുമ്പോഴോ അതിന് നമുക്ക് അതിവർത്തിക്കുവാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു അതിവർത്തനം, അതിജീവിക്കൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ ബുദ്ധിയാണ് പരമപ്രധാനം. ആ രീതിയിലേക്ക് ഒരു സമത്വ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതം സുഖകരമാകട്ടെ. ഏവർക്കും നമസ്കാരം.